നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഇത്. അവന് അത്രയും ജീവനാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവന് വേണ്ടി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് അവന് വേണ്ടി ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവൻ്റെ ഇങ്ങനെയുള്ള സന്തോഷങ്ങൾ സാധിച്ചു കൊടുക്കാനേ പറ്റൂ. ഒരു വർഷം മുമ്പാണ് 6 പേർക്ക് പുതുജീവനേകി 16 വയസ്സുകാരനായ സാരംഗ് ലോകത്തോട് വിട പറഞ്ഞത്. ഇന്ന് ഒരു വർഷം പിന്നിടുമ്പോൾ സാരംഗിന്റെ ഓർമ്മയിൽ കുടുംബം അവന്റെ ഇഷ്ടവിനോദമായ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ മാമം സ്പോർട്സ് അരീനയിലാണ് ഫസ്റ്റ് സാരംഗ് മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. എൻ്റെ മോൻ സാരംഗ് മോൻ്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റാണ് ഇവിടെ നടക്കുന്നത്. മാമം നാൻഫീൽഡിലാണ് നടക്കുന്ന സംഭവം. 16 ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ ഈ ടൂർണമെൻറ്റിൻ്റെ ഫുൾ ക്രെഡിറ്റും നമ്മൾ സാരംഗിൻ്റെ കോച്ചായിട്ടുള്ള അനീഷ് ചേട്ടനാണ് ഫുള്ള് കൊടുക്കേണ്ടത്. അനീഷ് കോച്ചിൻ്റെ കൂടെ അവൻ്റെ അക്കാഡമിയിലെ തന്നെ ഓരോ കുട്ടികളുടെയും പാരൻസും കോച്ചും അതേപോലെ തന്നെ അക്കാഡമിയിലെ സ്റ്റുഡൻസും കൂടെ ചേർന്നാണ് ഇന്ന് ഇത്രയും വലിയ ഈ ടൂർണമെൻറ്റ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അവർ എല്ലാം വളരെ പ്രൊഫഷണലിയാണ് എല്ലാം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഗംഭീരമായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഇത്. അവന് അത്രയും ജീവനാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവന് വേണ്ടി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് അവന് വേണ്ടി ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവൻ്റെ ഇങ്ങനെയുള്ള സന്തോഷങ്ങൾ സാധിച്ചു കൊടുക്കാനേ പറ്റൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മളിങ്ങനെ ഒരു പ്ലാനിങ് വെച്ചപ്പോൾ അതിന് മുന്നേ അവൻ്റെ കോച്ച് തന്നെ പ്ലാൻ ചെയ്ത് തുടങ്ങി. അപ്പോൾ അവൻ തന്നെ അവൻ്റെ ഇഷ്ടത്തിന് കോച്ച് എല്ലാം അവൻ്റെ ഇഷ്ടത്തിന് തന്നെ എല്ലാം ചെയ്തത്. അപ്പം എൻ്റെ മോന് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അത്. അവന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് കോച്ചെന്ന് പറയാം. അപ്പോൾ ആ കോച്ച് തന്നെ അവന് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന് കോച്ചിൻ്റെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട്. ആലങ്കോട് വഞ്ചിയൂർ നികുഞ്ചം ഹൗസിൽ ബിനീഷ് കുമാർ രജനി ദമ്പതികളുടെ മകൻ സാരംഗ് BR എന്ന 16 വയസ്സുകാരൻ ലോകത്തോട് വിട പറയുമ്പോൾ 6 പേർക്കാണ് പുതുജീവനേകിയത്. സാരംഗിൻ്റെ ഫസ്റ്റ് മെമ്മോറിയൽ അണ്ടർ-19 സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റാണ് ഇന്നിവിടെ ആറ്റിങ്ങൽ സ്പോർട്സ് അറീനയിൽ നടക്കുന്നത്. നമ്മുടെ അക്കാഡമിയിലുണ്ടായിരുന്നൊരു കുട്ടിയായിരുന്നു സാരംഗ്. ഗവൺമെൻറ് മോഡൽ ബോയ്സ് സ്കൂളിലായിരുന്നു പഠിച്ചത്. ഫസ്റ്റ് അക്കാഡമി അവൻ സ്റ്റാർട്ട് ചെയ്തത് സ്പോർട്ട്വുഡിൻ്റെ തന്നെ സ്പാർട്ട അറീന വെമ്പാലോട്ടത്തെ സെൻറ്ററിലായിരുന്നു. അതിനുശേഷം ആണ് ഇവിടെ ആറ്റിങ്ങിൽ സ്റ്റാർട്ടായ സമയത്താണ് നമ്മുടെ ഇവിടെ അക്കാഡമിയിൽ ജോയിൻ ആയത്. അക്കാഡമിയിൽ പ്രാക്ടീസ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. വാഹനാപകടത്തിൽ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും അതിനെ തുടർന്ന് മരണം സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ്, ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൂർണമെൻറ്റ്, അതായത് 1 ഇയർ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു മെമ്മോറിയൽ ടൂർണമെൻറ്റായിട്ട് നടത്താൻ പ്ലാൻ ചെയ്യും. നമ്മുടെ അക്കാഡമിയിൽ തന്നെ രക്ഷകർത്താക്കളും കുട്ടികളും അതുപോലെ ഔട്ട്സൈഡിലെ കുറേ ആൾക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ടൂർണമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പുറകിലൊരു നല്ലൊരു ടീം തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ കോച്ചസ് ശ്രീജിത്ത് ആയാലും അതുപോലെ ബാക്കിയുള്ള പാരൻസും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫിനാൻഷ്യലിയും അല്ലാണ്ടും കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ അവൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൂർണമെൻറ്റ് ഇപ്പോൾ ഇവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്, സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ്. ഫുട്ബോളിനെ അതിയായി സ്നേഹിച്ചിരുന്ന സാരംഗിനെ അവസാന യാത്രയിലും ജേഴ്സി അണിഞ്ഞാണ് ഉറ്റവർ അന്ന് യാത്രയാക്കിയത്. നെഞ്ചോട് ചേർത്ത് അവൻ്റെ ഫുട്ബോളും ഉണ്ടായിരുന്നു. 2023 മെയ് 6-ാം തീയതി വൈകിട്ട് 3 മണിയോടെയാണ് നാടിനെ വേദനയിലാഴ്ത്തിയ ദാരുണമായ അപകടം നടക്കുന്നത്. അമ്മയോടൊപ്പം ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുമ്പോൾ തോട്ടയ്ക്കാട് വടക്കോട്ടുകാവ് കുന്നത്തുകോണം പാലത്തിന് സമീപത്ത് വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു. ആറ്റിങ്ങൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു സാരംഗ. വാഹന അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു. തുടർന്നാണ് സാരംഗിൻ്റെ 2 വൃക്കകൾ, കരൾ, ഹൃദയവാൽവ്, 2 കോർണിയ തുടങ്ങിയ അവയവങ്ങൾ ദാനം നൽകിയത്. കായികതാരം ആകാൻ ആഗ്രഹിച്ച, ഫുട്ബോളിനെ ഏറെ സ്നേഹിച്ച കുട്ടിയായിരുന്നു സാരംഗ. പഠനത്തിലും ഏറെ മുന്നിൽ. ഭാരത് വിഷൻ, ആറ്റിങ്ങൽ.